പേരെന്തുവാ? നിഷ. കുട്ടി വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ വർക്ക് ചെയ്യുന്നില്ല. ഞങ്ങളുടെ പയ്യനെ ഇഷ്ടപ്പെട്ടോ? ആ, ചെറുക്കനെ ഇഷ്ടപ്പെട്ട്. അവന് 36 വയസ്സുണ്ട്. പക്ഷെ കണ്ടാ പറയത്തില്ലല്ലേ. കുറെ പുരയിടം ഉണ്ട് വീട്ടിൽ. അവിടെ കൃഷിയൊക്കെ ചെയ്യുകയാണ് ചെറുക്കൻ. അവനാണ് എല്ലാ കാര്യങ്ങളും നോക്കി നടക്കുന്നേ. കൊച്ചിന്റെ കെട്ട് നേരത്തെ ഒന്ന് കഴിഞ്ഞ അല്ലയോ? സാരമില്ല. ഇവനിപ്പൊ ഇത്രയും വയസ്സ് കൂടിപ്പോയോണ്ടേ ഞങ്ങൾ വിചാരിച്ചേക്കുന്നത് ഒന്ന് കെട്ടിയതായാലും ഇനിയിപ്പൊ പിള്ളേരുണ്ടെങ്കിലും കുഴപ്പമില്ലെന്നാ ഞാൻ അവനോട് പറഞ്ഞത്. ഞാൻ പറയുന്ന പോലെ അവൻ കേൾക്കത്തുള്ളു. കെട്ടിയതൊന്നും സാരമല്ല കേട്ടോ. ഓ, എന്തോ പറയാനാ, ഒന്ന് കെട്ടിക്കേണ്ടി വന്നുപോയി. പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഉള്ള കല്യാണമായിരുന്നു. ഒരു ഗുണമല്ലെന്നേ, അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചതാ. കമലാക്ഷി അമ്മേ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. നിങ്ങളെ വിളിച്ച് വിവരം പറഞ്ഞാൽ മതി കേട്ടോ. എന്തായാലും നമുക്കിത് വെച്ച് നീളിപ്പിക്കണ്ട, പെട്ടെന്നങ്ങ് നടത്തിയേക്കാം. അതല്ലേ നല്ലത്. നമുക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. സ്വത്തും പൈസ ഒന്നും വേണ്ട, നമുക്ക് സ്വർണവും ഒന്നും വേണ്ട. നിങ്ങളുടെ കൊച്ചിനെ ഇങ്ങനെ തന്നാ മതി. മോളുടെ അഭിപ്രായം കൂടെ ഒന്ന് ചോദിച്ചിട്ട് വിളിച്ച് വിവരം പറയാം. ഡീ, നിനക്ക് ആ കല്യാണം വേണ്ടായോ? എന്തുവാടി അവർക്കൊരു കുഴപ്പം? ഇഷ്ടംപോലെ പുരയിടവും വകയൊക്കെ ഉള്ള ആൾക്കാരാ. ഒന്ന് കെട്ടിയതാന്ന് അറിഞ്ഞിട്ട് ഒരു കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ നിനക്ക് എന്താ വേണ്ടാത്തത്? 36 വയസ്സില്ലേ അമ്മേ? 36 വയസ്സുണ്ടെങ്കിൽ എന്താടി കുഴപ്പം? കർഷകപ്പണി അവന് കർഷകപ്പണി ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ കാര്യവുമായി, വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളുമായി. നീ അങ്ങ് സമ്മതിക്കേ? അമ്മ എന്ത് പറഞ്ഞാലും എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് 22 വയസ്സും ആൾക്ക് 36 വയസ്സും. എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്? ഞാൻ സമ്മതിക്കില്ല. എനിക്കിനി ഒരു മാരേജ് വേണ്ട. ഞാൻ പറഞ്ഞല്ലേ എനിക്കിനി കല്യാണം വേണ്ടാന്ന്. ആ ചെറുക്കൻ ഒന്നാം ഘട്ട, നീ രണ്ടാമത്തെ കല്യാണമാ. അത് നീ ഓർക്കണം കേട്ടോ. എങ്ങനെയല്ലേ സമ്മതിക്കാൻ നോക്ക്. ഞാനൊന്ന് കെട്ടിയതാണ്, ശരിയാ. പക്ഷെ എനിക്ക് കുട്ടികളും മറ്റു ബാധ്യതയൊന്നുമില്ല. ആ കക്ഷിക്ക് അങ്ങനെയാണോ? 36 വയസ്സില്ലേ?